എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമുക്കിന്ന് ക്രിസ്മസിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പി നോക്കാം. അരിപ്പൊടി വെച്ചാണ് ഇത് തയ്യാറാക്കിയത്. 5 മിനിറ്റിൽ നമുക്കിതിൻ്റെ മാവ് തയ്യാറാക്കി എടുക്കാനും പറ്റും. അതിനുശേഷം നമുക്കിതിന് വേണ്ട ഒരു കറിയൊക്കെ തയ്യാറാക്കുമ്പോഴേക്കും നമ്മുടെ മാവൊക്കെ സെറ്റായി കിട്ടുകയും ചെയ്യും. നമുക്ക് വട്ടയപ്പം തയ്യാറാക്കി എടുക്കാനും പറ്റും. നിങ്ങൾ ഇതേപോലെ വട്ടയപ്പം തയ്യാറാക്കാറുണ്ടോ? ഇല്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കണം. അതുപോലെ ഏതെങ്കിലും കൂട്ടുകാർ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകല്ലേ. നമുക്കിനി വട്ടയപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ആദ്യം ഞാൻ നമ്മുടെ ഈസ്റ്റ് ഒന്ന് കുതിർത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. 1 ടീസ്പൂൺ ഈസ്റ്റിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് ഇളം ചൂടുവെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കണം. എന്നിട്ടിത് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുത്ത ശേഷം ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോഴേക്ക് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കാം. മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് ചിരകിയ തേങ്ങ, 1/4 കപ്പ് ചോറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്ത് ആദ്യം ഞാനൊന്ന് സ്പൂൺ വെച്ച് നല്ലോണം ഇളക്കി മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് വീണ്ടും 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്നുകൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇത് 2-3 പാത്രത്തിലാക്കണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഇതേപോലെ ഇട്ട് ഇളക്കി മിക്സാക്കി കൊടുക്കുന്നത്. വീണ്ടും കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്കിത് നല്ലോണം ഒന്ന് അടിച്ചെടുക്കണം. നിങ്ങൾ ഓരോ അരിപ്പൊടിക്കനുസരിച്ച് വെള്ളത്തിലൊക്കെ അളവിലൊക്കെ വ്യത്യാസം വരും കേട്ടോ. നിങ്ങളുടെ കയ്യിലുള്ള അരിപ്പൊടിക്കനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിത് നല്ലോണം അരച്ച് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. ഞാൻ ഇതേപോലെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇതേ രീതിക്ക് നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്ക് മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം. അപ്പോഴേക്ക് നമ്മുടെ ഈസ്റ്റൊക്കെ ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ലോണം പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഈസ്റ്റ് കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് തന്നെ ഇളക്കി മിക്സാക്കി കൊടുക്കാം. 1 മിനിറ്റ് നേരം വരെ നമുക്കിത് നല്ലോണം ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കണം. നമ്മുടെ മാവ് അധികമൊന്നും ലൂസായി പോകാണ്ട് സൂക്ഷിക്കണം കേട്ടോ. അധികം ലൂസായിപ്പോയാൽ നമ്മുടെ വട്ടയപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതേ രീതിക്കാണ് ഞാനിവിടെ മാവൊക്കെ റെഡിയാക്കിയത്. കുറച്ച് സമയം നമ്മൾ ഇതേപോലെ നല്ലോണം ഇളക്കി കൊടുക്കണം. അപ്പോഴാണ് നമ്മുടെ മാവൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഇത് സെറ്റായി കിട്ടുക. ഇനി ഞാനിതൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതിന് വേണ്ട കറിയൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം. ഞാനിവിടെ കറിയൊക്കെ റെഡിയാക്കുമ്പോഴേക്ക് നമ്മുടെ മാവൊക്കെ ഇതാ പതഞ്ഞ് പൊങ്ങിയിട്ടുണ്ട്. കൃത്യം 1 മണിക്കൂർ സമയമാണ് എടുത്തത്. ഞാനിവിടെ ഇതിന് സ്റ്റൂ ഒക്കെയാണ് ഉണ്ടാക്കിയത്. അപ്പോഴേക്ക് നമ്മുടെ മാവ് സൂപ്പറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്നുകൂടി ഇളക്കി മിക്സാക്കി കൊടുക്കാം. പിന്നെ ഓരോരുത്തരുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ഇതിൽ സമയത്തിലൊക്കെ വ്യത്യാസം വരും. ഇവിടെ ഇപ്പോൾ ചെറിയൊരു തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് നമ്മുടെ മാവൊക്കെ പതഞ്ഞ് പൊങ്ങിയിട്ടുണ്ട്. ചൂടുള്ള കാലാവസ്ഥയൊക്കെയാണ് ഇതിലും പെട്ടെന്ന് തന്നെ മാവൊക്കെ സെറ്റായി കിട്ടും കേട്ടോ. തണുപ്പുള്ളപ്പം കുറച്ച് താമസം എടുക്കുന്നേ ഉള്ളൂ. ഇനി നമുക്ക് വട്ടയപ്പം തയ്യാറാക്കാൻ ഞാൻ ഇതേപോലെയുള്ളൊരു പാത്രമാണ് എടുത്തത്. എൻ്റെ അടുത്ത് സ്റ്റീലിൻ്റെ പ്ലേറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇതേപോലത്തെ പാത്രം എടുത്തത്. നിങ്ങളുടെ കയ്യിൽ എന്ത് പാത്രമാണുള്ളതെന്ന് വെച്ചാൽ അതിൽ തയ്യാറാക്കിയെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നല്ലോണം ഒന്ന് എണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് സ്റ്റീമറിലൊന്ന് വെച്ച് ചൂടാക്കി എടുക്കണം. ഇതേപോലെ നമ്മൾ ചൂടാക്കിയ ശേഷമാണ് മാവ് ഒഴിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈ വട്ടയപ്പം ഇളക്കിയെടുക്കാൻ വളരെ എളുപ്പത്തിൽ കഴിയും. ഇനി നമുക്ക് മാവ് ഇതിലേക്ക് കോരി ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 വട്ടയപ്പമാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനായിട്ട് ഞാൻ പകുതി മാവാണ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ച ശേഷം ഒരു 15 മിനിറ്റോളം നല്ലോണം ഒന്ന് ആവി കയറ്റി വേവിച്ചെടുക്കണം. ഇതുപോലെ വട്ടയപ്പം ഉണ്ടാക്കുമ്പോൾ നമ്മൾ തലേന്നൊന്നും അരി കുതിർത്ത് ബുദ്ധിമുട്ടൊന്നും വേണ്ട. അരിപ്പൊടി ഉണ്ടെങ്കിൽ വളരെ ഈസിയായി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പം 15 മിനിറ്റായി. കണ്ടില്ല, നമ്മുടെ വട്ടയപ്പം നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് പുറത്തേക്ക് എടുത്ത് വെച്ച ശേഷം അതിൻ്റെ ചൂട് അല്പം ആറിയ ശേഷം മാത്രമേ ഇതിൽ നിന്ന് എടുക്കാൻ പറ്റൂ. അങ്ങനെ ആകുമ്പോൾ ഒട്ടിപ്പിടിക്കാണ്ട് തന്നെ നമുക്ക് വട്ടയപ്പം എടുക്കാൻ പറ്റും. കണ്ടില്ലേ, ഇപ്പോൾ ചൂടൊക്കെ കുറച്ച് ആറിയിട്ടുണ്ട്. ഞാനിവിടെ വട്ടയപ്പം ഇതിൽ നിന്ന് മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലൊന്നും ഒട്ടിപ്പിടിക്കാണ്ട് തന്നെ നല്ല സോഫ്റ്റ് വട്ടയപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ അതിൽ നിന്ന് എടുക്കുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അത്രയ്ക്ക് സോഫ്റ്റാണ്. നല്ല വട്ടയപ്പം കിട്ടിയിട്ടുണ്ട്. അരിപ്പൊടി കൊണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ലേ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ വട്ടയപ്പത്തിന് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് കഴിക്കുമ്പോൾ ചെറിയൊരു മധുരം ഉണ്ടാവും, ഇളം മധുരം.
അത് സ്റ്റൂവിൻ്റെ ഒക്കെ കൂടെ കൂട്ടി കഴിക്കുമ്പം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കണം. ഈ ക്രിസ്മസിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം അല്ലേ. ഇനി നമുക്ക് ഈ വട്ടയപ്പം ഒന്ന് മുറിച്ച് നോക്കാം. ഇത് മുറിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിൻ്റെ ഉള്ളിൽ കണ്ടാൽ, ആരെടുത്തതൊക്കെ കണ്ടാൽ ഇത് എത്രത്തോളം സോഫ്റ്റാണ്, അതുപോലെ സ്പോഞ്ചി ആയിട്ടാണ് ഉള്ളതെന്ന്. ഞാൻ ഇതേപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിൻ്റെ ഉൾഭാഗമൊക്കെ കണ്ടോ? നല്ല സ്പോഞ്ച് പോലെയുള്ള വട്ടയപ്പമാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കണം. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം.